കോതമംഗലം റവന്യൂ ടവർ റോഡ് നവീകരണം പൂർത്തിയായി. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന കോതമംഗലം റവന്യൂ ടവർ കെട്ടിട സമുച്ചയത്തിന്റെ പ്രവേശന കവാടം മുതൽ മാർക്കറ്റ് റോഡ് വരെയുള്ള പ്രധാന റോഡ് കട്ടവിരിച്ചും ട്രഷറിയുടെ ഭാഗം കോൺക്രീറ്റ് ചെയ്തും നവീകരണ ജോലികൾ പൂർത്തീകരിച്ചു. പുതിയ മുഖച്ഛായ നേടിയ റോഡ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സമൂഹവും ഈ ടവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി കടന്നു വരുന്ന പൊതുജനങ്ങളുമെല്ലാം ഒരേപോലെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമായിരുന്നു ഇതിന് ചുറ്റുമുള്ള റോഡ് അത് സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ പകരം എന്തൊരു മാർഗം കണ്ടെത്തുന്നതിൻ്റെ ആലോചനയിലാണ് ഇതിനാവശ്യമായ ഫണ്ട് അത് MLA ഫണ്ടിൽ നിന്നും അനുവദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അനുവദിച്ചതിന് ശേഷവും നമുക്കറിയാം സാങ്കേതിക തടസ്സങ്ങൾ ഇവിടെ ആദ്യം ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. പിന്നീട് അത് കോൺക്രീറ്റും ഇന്റർലോക്കും ഇരിക്കലുമായി മാറ്റുകയാണ് ഉണ്ടായത്. അടിയന്തര പ്രാധാന്യത്തോടെ സമയബന്ധിതമായി തന്നെ തുടർന്നുള്ള ഭാഗത്തിന്റെയും നവീകരണം ഏറ്റെടുത്ത് നടത്തുമെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ KK ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ടെനന്റസ് അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു, സെക്രട്ടറി PH ഷിയാസ്, നഗരസഭാ കൗൺസിലർമാരായ KN ഔഷാദ്, KV തോമസ്, ബിൻസി തങ്കച്ചൻ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, സിജോ വർഗീസ്, രമ്യ വിനോദ്, റോസ്ലി ഷിബു, മിനി ബെന്നി, ഹൗസിംഗ് ബോർഡ് AE അജിത്ത്, ടെനന്റ്സ് ഭാരവാഹികളായ സോമൻ OG, മുരളി K കുമാർ, ഭൂതിഭൂഷൺ, AV രാജേഷ്, സിബി, സിനി ബിജു, സുഷമ, കവിത എന്നിവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. റവന്യൂ ടവർ കോമ്പൗണ്ടിൽ നിന്നും ട്രഷറി, KSEB, PWD, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നീ വശങ്ങളിലേക്കുള്ള റോഡാണ് ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കിയത്. മീഡിയ 60 കോതമംഗലം.